ഇടുക്കി അടക്കം 13 ജില്ലകളിൽ ചൂടിനെക്കുറിച്ചാണ് വാർത്തകളെങ്കിൽ വയനാട്ടിൽ ശക്തമായ കാറ്റും മഴയും പോരാത്തതിന് ആലിപ്പഴ വർഷവും. പാപ്പിളശ്ശേരി, അഴീക്കോട് നഗർ, കവളമറ്റം ഭാഗങ്ങളിലാണ് ഈ ആലിപ്പഴ വർഷത്തിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. പാപ്പിളശ്ശേരി മൂന്നാനക്കുടി റോഡിന് കുറുകെ മരവും വീണു. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, മഴ തുടങ്ങിയിട്ട് കുറേയേറെ നേരമായോ? മാധു, ഉച്ചയ്ക്ക് ശേഷം വെയിൽ മാറി നിൽക്കുന്നൊരു കാലാവസ്ഥയായിരുന്നു പ്രത്യേകിച്ചും വയനാട്ടിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻകാലത്തേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെട്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കാർമേഘം മൂടിയ രീതിയിലുള്ളൊരു അന്തരീക്ഷമായിരുന്നു. ഒപ്പം വയനാടിന്റെ വടക്കേ വയനാട്ടിലും ഒപ്പം സുൽത്താൻ ബത്തേരി ഭാഗങ്ങളിലൊക്കെ തന്നെ കനത്ത മഴ പൊടുന്നനെയുണ്ടായി. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി, പാപ്പിളശ്ശേരി, മൂന്നാനക്കുഴി, അഴീക്കോട് നഗർ, കവളമറ്റം തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയുണ്ടായി. ആ മേഖലകളിലൊക്കെ തന്നെ ചെറിയ ചില നാശനഷ്ടങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാനക്കുഴി ഭാഗത്താണ് റോഡിന് കുറുകെ മരം വീണത്. മരം കുറുകെ വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സം നേരിട്ടു. 3 മണിയോടുകൂടിയാണ് മഴ കൂടുതൽ ശക്തമാകുന്ന രീതിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ പ്രദേശത്ത് മരം വീണ പ്രദേശത്തെ മരങ്ങൾ നീക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധു, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ വേനൽമഴയുണ്ടായിരിക്കുന്നു. ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.